എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അകത്തിച്ചീരയുടെ പൂവിൻ്റെ തോരൻ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ചുവന്ന അകത്തിച്ചീരയുടെ പൂവാണ്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചുമന്ന പൂവാണ്. വെള്ള പൂവ് എനിക്കറിയാം, വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെൻ്റെ ചേച്ചിയുടെ മോള് ചവറയിൽ നിന്ന് കൊടുത്തു വിട്ടതാണേ. അപ്പം ഞാനതൊന്ന് തോരൻ വെക്കാൻ പോവുക. അപ്പോൾ അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുള്ളി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു അരപ്പ്, ഇച്ചിരി തേങ്ങയും ഇച്ചിരി ജീരകം, 2-3 വെളുത്തുള്ളി ചതച്ചിട്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ പൂവിനകത്തോട്ട് ചേർത്ത് വെച്ചേക്കാം. ഇത് ഈ വായ്പുണ്ണൊക്കെ വരുമല്ലോ, അതിനൊക്കെ ഏറ്റവും ഉത്തമമാണ്. എല്ലാവരും ബി കോംപ്ലക്സ് കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം ചെയ്യും ഇത് കഴിക്കുമ്പോഴേ. ഇനി നമുക്കിതേ അങ്ങ് തോരനാക്കാവേ. ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഈ ഉള്ളി വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചതേ, ഈ പൂവിനേക്കാട്ടിൽ വേവ് ഉള്ളിക്കുണ്ടെന്നേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളി അങ്ങ് നേരത്തെ വാട്ടിയെടുക്കുന്നതേ. ഉള്ളി ഇപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന പൂവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാടിയ ഉള്ളിയിലേക്ക് നമ്മൾ പൂവ് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ, പ്രോട്ടീൻ, കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ കിട്ടിയാലും നിങ്ങളിത് വാങ്ങിച്ച് ഇതേപോലെ തോരൻ വെച്ച് കഴിക്കണം. ഒരു 5 മിനിറ്റ് അത്രമാത്രം സമയം വെന്താൽ മതി. ഇതിനൊരു ചെറിയ കയർപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ കയർപ്പൊന്നും ആരും കാര്യമാക്കണ്ട. ഇത് കിട്ടുമ്പം അതൊക്കെ സംഘടിപ്പിച്ച് അങ്ങ് തോരൻ വെച്ച് കഴിച്ചേച്ചാൽ മതി. നമ്മുടെ അകത്തിച്ചീരയും ചെറുള്ളിയും എല്ലാം കൂടെ ഉള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് തീയങ്ങ് നിർത്തിയേക്കാം. അപ്പോൾ നമ്മുടെ അകത്തിച്ചീരയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പോൾ ശരി.